സോഡ ചോദിച്ചിട്ട് എത്ര നേരമായി? ഞാൻ ബേറല്ല. പിന്നെ താനാരാ? ഗോപിനാഥ മേനോൻ. ഗോപിനാഥ മേനോൻ? ഓ, ധാരാളം കേട്ടിട്ടുണ്ട്. വരണം വരണം, ഇരിക്കണം. കമോൺ ജോയിൻ us. നമ്മളൊക്കെ മേനന്മാരാ. ഇവിടെ ഇരിക്കേ. ആ കുപ്പിയും കിടക്ക്. ഒരു പെഗ് വിടണം മിസ്റ്റർ ഗോപിനാഥ മേനോൻ. വി ആർ ഓൾ മേനോൻസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേനോനാണ് ഞാൻ. ആടിക്ക് മേനോനെ? ഞാൻ കഴിക്കാറില്ല. നോനോ, ഇന്ന് മേനന്മാരെ കുടിക്കുന്ന ദിവസാ. അതുകൊണ്ട് ഈ മേനോനും കുടിക്കണം. വേണ്ടായിരുന്നു. നല്ല രുചി. പ്ലീസ്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. എന്നെ ഫോളോ ചെയ്യുന്നൊരു ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാ. അവരാണ്. നിങ്ങൾ ഡോറ് തുറന്നു കൊടുത്ത് അവരെന്നെ കണ്ടാൽ കൊന്നുകളയും. എന്റെ ജീവൻ ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്. പ്ലീസ് എന്നെ വിശ്വസിക്കും. അതെ, എന്താ? നമുക്ക് നാളെ സംസാരിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ജോസൂട്ടിയുടെ സിസ്റ്റർ അല്ലേ? ഞാൻ ജോസൂട്ടിയുടെ ഫ്രണ്ടാ, സാംസൺ. ഞാനിപ്പോ വരാം. അല്ല, ഇതിന്റെ കാശ് ഞാൻ കൊടുക്കാം. നോനോ, മേനോ ഞങ്ങൾ ഗസ്റ്റാ. അത് പറ്റില്ല. നിങ്ങളെല്ലാം എന്റെ ചീഫ് ഗസ്റ്റാ. പൈസ ഞാൻ കൊടുക്കും. നിങ്ങൾ വിചാരിച്ചാണ് ഈ ചിന്ന ഗോപിനാഥൻ മേനോന്റെ അടുത്ത് പൈസ ഉണ്ടാവില്ലെന്ന്. പൈസ എനിക്കൊരു പ്രശ്നമല്ല. ക്യാഷ് പ്ലെന്റി. ബണ്ടിൽ മണി പോക്കറ്റ്. ഞാനും ജോസൂട്ടിയും ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന.
ഇപ്പൊ ഞാനൊരു ഊരാ കുടിക്കപ്പെട്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ എന്റെ കയ്യിലുണ്ട്. പണം വയ്ക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ചാക്കി കെട്ടിയാ ഞാൻ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഫിലിം ബോക്സിനെ വിശ്വസിക്കാനേ പാടില്ല. അതിനകത്ത് നിറയെ കാശ് കാണും. ഐ ആം വെരി വെരി കുന്നത്ത് ഹൗസ് ഫാമിലി. 1 father, 1 mother, 1 sister. We are all brothers. India is my country. All Indians are my brothers and sisters. Twinkle, twinkle, little star. Oh, I wonder what you are. അപ്പോഴാണ് പെട്ടി അന്വേഷിച്ച് ആ ഗ്യാങ് തിയേറ്ററിൽ എത്തിയത്. അവരിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഞാൻ ഇവിടെ കയറിയത്. അപ്പൊ ഗോപി അവൻ ഇവിടെ തന്നെ വേറെ എവിടെയോ ഉണ്ട്. ആ പണം ഇന്ന് രാത്രി തന്നെ അവിടെ നിന്ന് എടുക്കണം. സൂസൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ? ഒരു പ്രൈവറ്റ് കാറോ വാനോ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി, ഡ്രൈവർ ഇല്ലാതെ. വേഗം ഇറങ്ങ. നീ എന്താ ഇങ്ങനെ ധൃതി കൂട്ടണേ? താങ്ങിയാൻ പറ്റുന്നല്ല. ഈ വാൻ ഒപ്പിക്കാൻ ഞാൻ പെട്ട പാടുമല്ലെന്ന് നിനക്കറിയാവോ? എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് രക്ഷപ്പെടാനുള്ളതിന് വെള്ളം അടിച്ച് പൂസ. ഞാൻ കുടിച്ചല്ല, അവന്മാരെ കുടിപ്പിച്ചതാ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇറങ്ങ. ഞാൻ ഫിറ്റല്ല, ഞാൻ ഫിറ്റല്ല സംസാർ. നീ എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതല്ല അവിടെ വല്ല പാമ്പുണ്ടാവും. പേടിക്കണ്ട, എഴുതുക്കൾ എന്നെ ഒന്നും ചെയ്യില്ല. പെട്ടെന്ന് ആട്ടെ, യക്ഷയും പ്രേതമൊക്കെ ഉള്ള സ്ഥലമാ. യക്ഷോ മാറണോ ആരും വന്നാലും ഞാൻ മാനേജ് ചെയ്തോളാം. നീ ധൈര്യമായിട്ടിരിക്കേ. ഒന്ന് വേഗം വാ. ഇതാണ് കുടിക്കരുതെന്ന് ഡോക്ടേഴ്സ് പറയുന്നത്. കുടിച്ചാ സ്റ്റാമിന പോകും. അയ്യോ, നമ്മൾ പണം വെച്ചിരുന്ന ചാക്ക് മാറിപ്പോയോ? കൊള്ളാം, നിങ്ങൾ രണ്ടാളും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഒരു കൊല നടത്തിയിട്ട് ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാണല്ലേ തന്ത്രപൂർവ്വം ഇങ്ങോട്ട് ഓടി കയറിയത്? അയ്യോ, അങ്ങനെയല്ല. ഞങ്ങൾക്കിതൊന്നും അറിയില്ല. ഞങ്ങൾ ചാക്കി കെട്ടിവെച്ചിരുന്ന പണമാണെന്ന് കരുതിയാണ് ഇതിവിടെ കൊണ്ടുവന്നത്. മതി, ഇനി ഒന്നും പറയണമെന്നില്ല. എന്റെ ചേട്ടന്റെ സ്നേഹിതനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത്. എന്നെ കുരുക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ. പ്ലീസ്, പോലീസിൽ അറിയിക്കരുത്. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കും. എന്താണ് നടന്നതെന്ന് സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. ചാക്കിലിരുന്ന് പണം എടുക്കാൻ വേണ്ടി വേറെ ആരോ ചെയ്ത കൊലപാതകമാണിത്. ഞങ്ങൾ പറയുന്നത് സത്യമാണ് സിസ്റ്റർ. ഇല്ല, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്നെ ശരിക്കും ട്രാപ്പിലാക്കിയായിരുന്നു. ഡെഡ് ബോഡി ഇപ്പോൾ എന്റെ മുറിയിലാണ് ഇരിക്കുന്നത്. ആരെങ്കിലും വന്നത് കണ്ടാൽ കുറ്റം എന്റെ പേരിലാവും. സൂസൻ ഒരേ അപകടം വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഈ ഡെഡ് ബോഡി ഉടനെ ഞങ്ങളോട് മാറ്റിയേക്കാം. ഈ ചാക്കിൽ തന്നെ ബോഡി കൊണ്ടുവന്ന അപകടമല്ലേ? പിന്നെ എന്ത് ചെയ്യും? ആരാന്ന് നോക്ക്. ഞങ്ങൾ ബാത്റൂമിൽ നിൽക്കാം. അപ്പൊ ഇത് പിടിക്കേ. താനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നത്? എന്റെ റൂമിനേക്കാൾ സൗകര്യം ഇവിടെയാണ്.
മറ്റാരും അറിയില്ല. തന്നെ കണ്ട അന്നു മുതൽ എന്റെ മനസ്സിലുള്ളൊരു മോഹമാണ്. അത് താൻ സാധിച്ചു തരണം. സാറ് പോണം പ്ലീസ്. സാർ പ്ലീസ്. ആരെയാണ്? ഇവിടുത്തെ മാനേജരാ. വന്ന് അന്ന് മുതൽ തുടങ്ങിയതാ ഈ ശല്യം. എന്തൊരു കഷ്ടകാലമാണിത്. സൂസൻ ഇനി ഇവിടെ നിൽക്കണ്ട. ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപകടം. നമുക്ക് എത്ര ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഈ ബോഡിയും കൊണ്ട് നമ്മൾ എങ്ങോട്ടാ? നമുക്കിതാ കുറ്റിക്കാട്ടി തന്നെ കൊണ്ടുപോയിടല്ലേ? അതാ ബുദ്ധി. ബോഡി കിടന്ന സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിക്കോട്ടെ. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ വേഗം വിട. പല പോലീസുകാരും പിടിച്ചെടുത്ത് ചെക്ക് ചെയ്താ നമ്മൾ കുടുങ്ങിയത് തന്നെ. നീ മനുഷ്യനെ പേടിപ്പിക്കാതിരിക്കും. ഇവിടെ ഓർത്തിട്ട് കയ്യും കാലം മറിക്കുന്നു. നിർത്തടുത്തു. എന്താ? യൂറിനേറ്റ് ചെയ്യണം. ആ പെണ്ണിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നത് വലിയ മണ്ടത്തരമായി പോയി. ആ. ഒരു ജീവപര്യന്തത്തിനുള്ള വകുപ്പ് ആ സൂട്ട് കേസിലുള്ളത്. അടുത്ത ജീവപര്യന്തം കൂടെ കയറിയിരിക്കുന്നത്. 2 ജീവപര്യന്തവും കൂടെ ഒന്നിച്ചങ്ങ് അനുഭവിച്ചാൽ മതി. എടാ, ആപത്ത് സമയത്ത് ആ പെണ്ണ് എന്നെ സഹായിച്ചത്. അവൾക്കൊരു ആപത്ത് വരുമ്പോ നമ്മളെ സഹായിക്കണ്ടെന്നാ? നീ ഒന്ന് വണ്ടി കയറി. ആ മാനേജർ ചത്ത് കാണുമല്ലേ? ചെറിയ കത്തിയായതുകൊണ്ട് ചാകത്തൊന്നുമില്ല. ആ ലാർജ് ഇൻഡസ്ട്രിയിൽ ആമാശ അത് കുഴപ്പമൊന്നും ഉണ്ടാകില്ല അല്ലേ? കഴിവേറിയ മക്കളെ, നീ എല്ലാം എന്നെ തല്ലിക്കൊന്ന് ചാക്കി കയറ്റിയല്ലേ? ഞാൻ ചത്തെന്ന് വിചാരിച്ചു. ഇനി വെട്ടുകൊണ്ടാലും ചാകാത്തവനാണ് ഈ പാപ്പി. എന്താടാ? പാപ്പച്ചേട്ടൻ ആ സൂട്ട് കേസിനകത്ത് ഇറങ്ങി വന്ന് എന്റെ കഴുത്തിൽ കയറി പിടിച്ചു. എന്നെ സ്വപ്നം കണ്ടു. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ല. ഞാൻ പേടിച്ചു.